जय राधा माधवा जय कुंज बिहारी जय राधा माधवा जय कुंज बिहारी जय गोपी जनवल्लभा जय गिरिवरधारी जय गिरिवरधारी जय यशोदनन्दना जय व्रजजनरञ्जना जय यशोदनन्दना जय व्रजजनरञ्जना जय यमुनातीरवनचारी जय कुंज बिहारी जय यमुनातीरवनचारी जय कुंज बिहारी जय राधा माधवा जय कुंज बिहारी हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे जय गौरानिताय जय गौरानिताय जय जय प्रभुपाद जय जय प्रभुपाद जय जय गुरुदेव जय जय गुरुदेव. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാമം. ഹരേ കൃഷ്ണ. നമ്മൾ ചർച്ച ചെയ്യുന്നത് ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം അധ്യായം 9 ശ്ലോകം 6-7 ആണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവ സംയുതം
പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവദ്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഗോവിന്ദായ നമോ നമഃ. ഗോവിന്ദായ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലെ ശ്രീമതേ ജയപതാക സ്വാമിൻ ഇതി നാമിനെ. നമ ആചാര്യപാദായ നിത്തായ കൃപപ്രദായിനെ ഗൗരകഥാദാമദായ നഗരഗ്രാമതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലെ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശകാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ശ്ലോകം വായിക്കാം. പർവ്വതോ നാരദോ ധൗമ്യോ ഭഗവാൻ ബാദരായണ ബൃഹദശ്യോ ഭരദ്വാജ സശിഷ്യോ രേണുകാസുധാ. വസിഷ്ഠ ഇന്ദ്രപ്രമദ സ്ത്രിദോ ഗൃത്സമദോസിത കക്ഷീവാൻ ഗൗതമോത്രിശ്ച കൗശികോധ സുദർശന. പദാർത്ഥം: പർവ്വത പർവ്വതമുനി, നാരദ നാരദമുനി, ധൗമ്യ ധൗമ്യൻ, ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷന്റെ അവതാരം, ബാദരായണ വ്യാസദേവൻ, ബൃഹദശ്വ ബൃഹദശ്വൻ, ഭരദ്വജ ഭരദ്വജൻ, സശിഷ്യ ശിഷ്യന്മാരോടൊത്ത്, രേണുകാസുത പരശുരാമൻ, വസിഷ്ഠ വസിഷ്ഠൻ, ഇന്ദ്രപ്രമദ ഇന്ദ്രപ്രമദൻ, ത്രിദ ത്രിതൻ, ഭൃഗൽസ് ഗൃത്സമദ ഗൃത്സമദൻ, അസിത അസിതൻ, കക്ഷീവാൻ കക്ഷീവാൻ, ഗൗതമ ഗൗതമൻ, അത്രി അത്രി, ച കൗശിക കൗശികൻ, അധ പിന്നെ, സുദർശന സുദർശനൻ. വിവർത്തന ആൻഡ് ഭാവാർത്ഥം ബൈ അഭയചരണാരവിന്ദ ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് കി ജയ്. വിവർത്തനം: പർവ്വതമുനി, നാരദൻ, ധൗമ്യൻ, ഭഗവത് അവതാരമായ വ്യാസൻ, ബൃഹദശ്വൻ, ഭരദ്വാജൻ, പരശുരാമനും ശിഷ്യരും, വസിഷ്ഠൻ, ഇന്ദ്രപ്രമദൻ, ത്രിതൻ, ഗൃത്സമദൻ, അസിതൻ, കക്ഷീവാൻ, ഗൗതമൻ, അത്രി, കൗശികൻ, സുദർശനൻ എന്നിവരെ പോലുള്ള സർവമുനിമാരും സന്നിഹിതരായിരുന്നു. കൃഷ്ണ. അപ്പോ ഈ അധ്യായം കൃഷ്ണ ഈ അധ്യായം ഭീഷ്മദേവന്റെ വിയോഗം എന്നുള്ളതാണ്. ഇതില് ഈ ശ്ലോകം, അതായത് കഴിഞ്ഞ ശ്ലോകത്തിൽ, ഇന്നത്തെ ശ്ലോകത്തില് നമ്മൾ മനസ്സിലാക്കി, അതായത് ഭീഷ്മദേവൻ കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ശരശയ്യയില് കിടക്കുകയാണ്. അപ്പൊ ആ സമയത്ത് അദ്ദേഹത്തെ കാണാനായിട്ട് ഒരുപാട് രാജർഷിമാരും വിപ്രർഷിമാരും മറ്റ് ദേവർഷിമാരും രാജാക്കന്മാരും അങ്ങനെ വളരെ വലിയ മഹാത്മാക്കളായിട്ടുള്ള പലരും അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായിട്ട് വരുന്നതായിട്ടാണ് ഇന്നലത്തെ ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോ ഭീഷ്മദേവനെ കുറിച്ച് എല്ലാവർക്കും അറിയാം അല്ലെ. അദ്ദേഹം ഭഗവാന്റെ പരിശുദ്ധ ഭക്തനാണ്. അതുപോലെ തന്നെ അദ്ദേഹം 12 മഹാജനങ്ങളിൽ ഒരാളാണ്. പിന്നെ അദ്ദേഹം അഷ്ടവസുക്കളില് ഒരാളുമാണ്. ജീവിതത്തിൽ അദ്ദേഹം ധർമ്മത്തെ വളരെയധികം മുറുകെ പിടിച്ച വ്യക്തിയാണ് അല്ലെ. തന്റെ ജീവിതം പൂർണ്ണമായിട്ടും ഭഗവാന് സമർപ്പിച്ചിരുന്ന വ്യക്തിയാണ് ഭീഷ്മദേവൻ. അദ്ദേഹം ഭഗവാനുമായിട്ടുള്ള ആ ഒരു ബന്ധം വീര്യരസത്തിലുള്ളതായിരുന്നു. അദ്ദേഹത്തിന് ഒരു ഭഗവാനും ഭഗവാന്റെ പരിശുദ്ധ ഭക്തരും തമ്മിൽ നമുക്ക് കാണാം അല്ലെ. പലതരത്തിലാണ് അവർ തമ്മിലുള്ള ബന്ധം.
അപ്പൊ ഇവിടെ ഭീഷ്മദേവൻ ശരശയ്യയില് എന്താണ് ഭഗവാനെ ഉത്തരായനം കാത്തു കിടക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അല്ലെ. അപ്പൊ അദ്ദേഹം ആ ശരശയ്യയിൽ കിടക്കുമ്പോൾ, ആ ശരശയ്യയിൽ കിടക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം വേദനാജനകമായിട്ടുള്ള കാര്യമാണ് അല്ലെ. പക്ഷെ അദ്ദേഹം അതൊന്നും അറിയുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? അദ്ദേഹം ആ ശാരീരിക അവബോധത്തിൽ നിന്നൊക്കെ അദ്ദേഹം മുക്തനായിരുന്നു. അതിനാൽ ആ വേദനയൊന്നും അദ്ദേഹത്തിന് അറിഞ്ഞിരുന്നില്ല. അപ്പൊ നമ്മള് ശാരീരിക അവബോധത്തിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഒരു ചെറിയ മുറിവ്, ചെറിയ എന്തെങ്കിലുമൊക്കെ പറ്റുമ്പോൾ വളരെയധികം വേദന നമുക്ക് തോന്നുന്നത്. അപ്പൊ അദ്ദേഹം ആത്മീയമായ തലത്തിലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. പിന്നെ അദ്ദേഹം പലർക്കും തോന്നാം, എങ്ങനെയാണ് ഭീഷ്മദേവൻ ഭഗവാന്റെ പരിശുദ്ധ ഭക്തനായിട്ട് കൂടി അദ്ദേഹം എന്തുകൊണ്ട് അധർമ്മത്തിന്റെ പക്ഷത്ത് ചേർന്നു അല്ലെ. അതായത് കൗരവ പക്ഷത്തായിരുന്നു അദ്ദേഹം നിലയുറപ്പിച്ചത്. അതെന്തുകൊണ്ടാണ്? ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഭഗവാൻ എന്താണോ, ഭഗവാന്റെ ഇച്ഛ എന്താണോ അതനുസരിച്ചാണ് ഭീഷ്മദേവൻ അധർമ്മത്തിന്റെ പക്ഷത്ത് നിലയുറപ്പിച്ചത്. ഒരു പരിശുദ്ധ ഭക്തൻ എന്താണോ ഭഗവാൻ ഇഷ്ടം എന്താണോ, ധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കാനാണോ ഭഗവാൻ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ ധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കും അല്ലെ. അല്ല, അധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കാനാണ് ഭഗവാന്റെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യും. അതാണ്. അപ്പൊ ഇവിടെ ഭീഷ്മദേവൻ ഭഗവാന്റെ ഉള്ളിലെ ആഗ്രഹം മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം അധർമ്മത്തിന്റെ പക്ഷത്ത് നിലയുറപ്പിച്ചത്. അപ്പം മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ തോന്നാം, എങ്ങനെ ഭീഷ്മദേവൻ ഒരു പരിശുദ്ധ ഭക്തനാവും അല്ലെ. അദ്ദേഹം കൗരവരുടെ, അതായത് വളരെയധികം എന്താ പറയാ ക്രൂരമായിട്ടുള്ള അല്ലെ സ്വഭാവമൊക്കെയുള്ള, ആസുരിക സ്വഭാവമുള്ള അത്തരം ആൾക്കാരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് എങ്ങനെയാണ് അദ്ദേഹത്തെ പരിശുദ്ധ ഭക്തനാണെന്ന് പറയാൻ പറ്റുക അല്ലെ. നമുക്ക് തന്നെ എന്താണ് അങ്ങനെയുള്ള ആ ഒരു, അതായത് ഭഗവാന് വേണ്ടിയിട്ടായാലും ആ ഒരു നെഗറ്റീവ് റോള് ചെയ്യാനായിട്ട് പലരും ഇഷ്ടപ്പെടില്ല അല്ലെ. ഭീഷ്മദേവൻ അങ്ങനെ ഒരു റോളാണ് ഇവിടെ ഈ ഭഗവാന്റെ ഈ ലീലയിൽ ഇവിടെ ചെയ്തത്. നമുക്ക് തന്നെ നമുക്ക് പല ഉത്സവങ്ങൾ വരും. ജന്മാഷ്ടമി, ഗൗരപൂർണിമ, നരസിംഹ ചതുർദശി. അപ്പൊ ഇതൊക്കെ വരുമ്പോ രാവണന്റെയോ കംസന്റെയോ അല്ലെങ്കിൽ ഹിരണ്യകശിപുവിന്റെയോ ജഗായിമതയുടെയോ ഒക്കെ റോള് അഭിനയിക്കാൻ പറയുമ്പോൾ തന്നെ പല ഡിവോട്ടീസിനും കുറച്ച് വിഷമാണ്. ആ റോള് ചെയ്യണോ, നമുക്ക് വേറെ കൃഷ്ണന്റെയോ ബലരാമന്റെയോ ശ്രീരാമന്റെയോ ലക്ഷ്മണന്റെയോ അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ ചൈതന്യ മഹാപ്രഭുവിന്റെ നിത്യാനന്ദ പ്രഭുവിന്റെ ഒക്കെ റോളില്ലേ എന്ന് ചോദിക്കും. കാരണം എന്തുകൊണ്ടാണ്? ആ ഒരു നെഗറ്റീവ് റോള് അഭിനയിക്കാൻ പലർക്കും വിഷമാണ് അല്ലെ. പക്ഷെ ഇവിടെ ഭീഷ്മദേവൻ ഭഗവാന് വേണ്ടിയിട്ട് ആ ഒരു നെഗറ്റീവ് റോള് ചെയ്യണം അല്ലെ. അവര് തമ്മിലുള്ള ആ ഒരു ബന്ധം നമുക്ക് മനസ്സിലാക്കാം. അതായത് ആ യുദ്ധ സമയത്ത് പോലും, യുദ്ധം ചെയ്യുന്ന സമയത്ത് ഭീഷ്മദേവൻ തന്റെ ശരങ്ങൾ കൊണ്ട്, ശരം ഭഗവാന് നേരെ എയ്തിട്ട് ഭഗവാന്റെ ശരീരത്തിന്റെ അവിടെ ഇവിടെയൊക്കെ പൊട്ടി, എന്താ പറയാ, ആ മുറിവുകൾ ഉണ്ടാക്കി അതിൽ നിന്നൊക്കെ രക്തം കിനിയുന്നുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അത് ഭഗവാനും അത് ആസ്വദിക്കുകയായിരുന്നു. അതായത് നമ്മുടെ ആചാര്യന്മാര് പറയാണ്, അങ്ങനെ ചെയ്യുമ്പോൾ ഭഗവാൻ അതിനെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്റെ ഭക്തൻ തനിക്ക് റോസാ പുഷ്പങ്ങൾ കൊണ്ട് തനിക്ക് റോസാ പുഷ്പങ്ങൾ അർപ്പിക്കുന്നത് പോലെയാണ് അത്ര ഭഗവാൻ അത് ഫീൽ ചെയ്യുന്നത്. അപ്പോ ഭീഷ്മദേവനാണെങ്കിൽ അദ്ദേഹം യുദ്ധക്കളത്തിലാണ്. അദ്ദേഹത്തിന് അവിടെ ഭഗവാൻ നേരെ വരുമ്പോ ഭഗവാനെ അർപ്പിക്കാനായിട്ട് വേറൊന്നുമില്ല. അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് ശരങ്ങളാണ്. അപ്പൊ അദ്ദേഹം ശരങ്ങൾ കൊണ്ട് ഭഗവാന് ആ ഒരു എന്താ പറയാ അഞ്ജലി അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ അതാണ് ഭക്തനും, അത് ഭഗവാനും ആസ്വദിക്കുന്നു അല്ലെ. അപ്പൊ ഭഗവാനും ഭക്തനും തമ്മിലുള്ള ആ ഒരു രസം അല്ലെ, ആ ഒരു ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിന്തയ്ക്കൊക്കെ അപ്പുറത്താണ്. അപ്പൊ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ തോന്നാം ഭീഷ്മദേവൻ എങ്ങനെയാണ് പരിശുദ്ധ ഭക്തനാവണേ. പക്ഷെ അതിന് പിന്നിലെ രഹസ്യം ഇതാണ്, ഭഗവാന്റെ ഇച്ഛ അതായിരുന്നു. അതനുസരിച്ചാണ് അദ്ദേഹം അധർമ്മത്തിന്റെ പക്ഷത്ത് നിലകൊള്ളുന്നത്. കാരണം അല്ല എന്നുണ്ടെങ്കിൽ ഇത്തരം വിശിഷ്ടരായിട്ടുള്ള അല്ലെ മഹാത്മാക്കളൊന്നും ഭീഷ്മദേവന് ഒരു നോക്ക് കാണാനായിട്ട് അവിടെ എത്തില്ലായിരുന്നു അല്ലെ. അപ്പൊ അതിന്റെ അർത്ഥം അദ്ദേഹം അത്രയും ഉയർന്ന തലത്തിലുള്ള ഒരു ഭക്തനാണെന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോ അദ്ദേഹം പ്രഭുപാദര മുന്നത്തെ ശ്ലോകത്തിൽ ഭാവത്തിൽ പറയുന്നുണ്ട്. അതായത് ആ ശരശയിൽ കിടക്കുമ്പോൾ വിണ്ണിൽ നിന്നും ഇറങ്ങി വന്ന് ഭൂമിയിൽ ശയിക്കുന്ന ഒരു ദേവതയെ പോലെ അദ്ദേഹം പ്രശോഭിതനായിരുന്നു എന്നാ പറയുന്നത്. ആ ഒരു അവസ്ഥയിൽ പോലും അദ്ദേഹത്തിന്റെ ആ ഒരു ശോഭയ്ക്ക് യാതൊരു മങ്ങലും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ എന്താ പറയാ ഈ ശരശയ്യയില് ഇത്രയും വേദനാജനകമായ അവസ്ഥയിൽ അദ്ദേഹം കിടക്കുമ്പോൾ പോലും അദ്ദേഹം അപ്പൊ ഉത്തരായനം കാത്താണ് കിടക്കുന്നതെന്ന് പറയുന്നു. പക്ഷെ അതിനെയും നമ്മുടെ ആചാര്യന്മാര് പറയുന്നത്,
ആക്ച്വലി ഭീഷ്മദേവൻ ഉത്തരായനം കാത്തല്ലാത്ര കിടന്നിരുന്നത്. അതായത് ഉത്തരായനനെ കാത്താണ് കിടന്നിരുന്നത് എന്നാ പറയുന്നത്. അതായത് ഭഗവാന് ഉത്തരായനൻ എന്ന് കൂടി മറ്റൊരു നാമമുണ്ടത്രേ. അതായത് സ്വന്തം ഭക്തനായിട്ടുള്ള പരീക്ഷിത് മഹാരാജാവിനെ രക്ഷിക്കാനായിട്ട് ഉത്തരയുടെ ഗർഭത്തെ ആശ്രയിച്ചവൻ എന്നാണ് ഉത്തരായനൻ എന്ന് വെച്ചാൽ അർത്ഥം. അതായത് ഉത്തരയെ ആശ്രയിച്ചവൻ എന്നാണ് ഉത്തരായനൻ. അപ്പൊ അങ്ങനെ ഒരു പേര് കൂടി ഭഗവാനുണ്ട് അത്ര, ഉത്തരായനൻ എന്ന്. അപ്പൊ അതുകൊണ്ട് ആ ഉത്തരായനനായിട്ടുള്ള ആ ശ്രീകൃഷ്ണ ഭഗവാനെ കാത്താണ് അദ്ദേഹം അവിടെ കിടന്നത്. അല്ലാതെ ഉത്തരായന കാലം ഒന്നും നോക്കിയല്ല. കാരണം അദ്ദേഹത്തിന് സ്വച്ഛന്ത മൃത്യുവാണ് അല്ലെ. അപ്പൊ ഏത് സമയം വേണമെങ്കിലും അദ്ദേഹത്തിന് ശരീരം വിടാനായിട്ടുള്ള ആ ഒരു അനുഗ്രഹം അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ, പിന്നെ അത് തന്നെയല്ല, എന്താണ്, അദ്ദേഹം പരിശുദ്ധ ഭക്തനായതുകൊണ്ട് അദ്ദേഹം തീർച്ചയായും ഭഗവാന്റെ ധാമത്തിലെത്തുമെന്നുള്ള ഉറച്ച വിശ്വാസവും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അങ്ങനെ കാലവും സമയവും ഒന്നും അല്ലെ. ഒരു ഭക്തനെ സംബന്ധിച്ച് നമ്മൾ ഭഗവത്ഗീതയിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. കാലവും സമയവും ഇതൊന്നും ഒരു ഭക്തനെ സംബന്ധിച്ച് പ്രശ്നമേ അല്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ കാത്തു കിടക്കേണ്ട ആവശ്യമില്ല എന്നാണ് നമ്മുടെ ആചാര്യന്മാര് പറയുന്നത്. അപ്പൊ ഭഗവാനെ കാത്താണ് ഭീഷ്മദേവൻ അങ്ങനെ കിടക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഇവിടെ അദ്ദേഹത്തെ ദർശിക്കാനായിട്ട് ഒരുപാട് ശ്രേഷ്ഠരായിട്ടുള്ള മഹാത്മാക്കള് വരികയാണ്. അപ്പൊ ഈ ശ്ലോകത്തിൽ നമുക്ക് അവരെ കുറിച്ച്, ആരൊക്കെയാണ് അവിടെ വന്നിട്ടുള്ളത്, അതിൽ കുറച്ച് പേരെ കുറിച്ചൊക്കെ ശ്രീല പ്രഭുപാദർ ഇവിടെ വിവരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പറയുന്നത് ആരൊക്കെയാണ് വന്നത്. പർവ്വതമുനി, നാരദ മഹർഷി, ധൗമ്യൻ, പാണ്ഡവരുടെ കുലഗുരുവായിട്ടുള്ള ധൗമ്യൻ, പിന്നെ ഭഗവാന്റെ അവതാരമായിട്ടുള്ള വ്യാസദേവൻ, ബൃഹദശ്വൻ, ഭരദ്വജൻ, പരശുരാമനും ശിഷ്യരും, വസിഷ്ഠൻ, ഇന്ദ്രപ്രമദൻ, ത്രിതൻ, ഗൃത്സമദൻ, അസിതൻ, കക്ഷീവാൻ, ഗൗതമൻ, അത്രി, കൗശികൻ, സുദർശനൻ. അപ്പൊ ഇവരെ കുറിച്ചൊക്കെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഇവിടെ ഉണ്ട് നമുക്ക്. അപ്പൊ അതെന്താണെന്ന് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് പറയുന്നത് പർവ്വതമുനിയെ കുറിച്ചാണ് അല്ലെ. പർവ്വതമുനിയെ കുറിച്ച് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും അല്ലെ. നാരദമുനിയുടെ കൂടെ പലപ്പോഴും വരുന്ന ആളാണ്. നാരദമുനിയുടെ ക്ലോസ് ഫ്രണ്ടാണ് പർവ്വതമുനി. അപ്പൊ അദ്ദേഹത്തെ നമുക്ക് പല സന്ദർഭങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ. ചിത്രകേതു മഹാരാജാവിന്റെ ഭാഗം ഉണ്ട്, എന്താണ്, ഭാഗവത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നമുക്ക് കാണാം അദ്ദേഹത്തിന്റെ കൂടെ പർവ്വതമുനി ഉണ്ടായിരുന്നു. അതുപോലെ നമുക്ക് ഫേമസ് ആയിട്ടുള്ള മൃഗാരിയുടെ കഥ എല്ലാവർക്കും അറിയാലേ. അപ്പൊ മൃഗാരിയുടെ ആ കഥയിലും നാരദമുനി വരുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ പർവ്വതമുനി, അങ്ങനെ പല സന്ദർഭങ്ങളിൽ കാണാം. നാരദമുനിയുടെ കൂടെ പലപ്പോഴും പർവ്വതമുനി ഉണ്ടാവാറുണ്ട്. അപ്പൊ അദ്ദേഹം എന്താണ്, മുതിർന്ന മുനിവര്യന്മാരിൽ ഒരാളാണ് പർവ്വതമുനി. പിന്നെ എന്താണ് അദ്ദേഹത്തിന്റെ കഴിവ്, ഒരു യാതൊരു വക വാഹനങ്ങളുടെയും സഹായമില്ലാതെ അദ്ദേഹത്തിന് ആകാശമാർഗെ സഞ്ചരിക്കാനായിട്ട് കഴിഞ്ഞിരുന്നു അല്ലെ. നമുക്കൊക്കെ ആകാശത്തിലൂടെയോ അല്ലെങ്കിൽ കരയിലൂടെയോ ജലത്തിലൂടെയോ ഒക്കെ സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, നമുക്ക് എന്തെങ്കിലും ഒരു വാഹനം വേണം അല്ലെ. ആ വാഹനത്തിലൂടെ മാത്രമേ നമുക്ക് സഞ്ചരിക്കാൻ കഴിയുള്ളൂ. പക്ഷെ അക്കാലത്ത് ഇവരെ പോലുള്ളവർക്കൊക്കെ എന്താണ്, അവർക്ക് യാതൊരു വാഹനവും ഇല്ലാതെ സ്വയം അതിനുള്ള കഴിവുണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ പർവ്വതമുനിയും നാരദമുനിയെ പോലെ ഒരു ദേവർഷിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ എന്താണ്, ഇവിടെ പറയുന്നുണ്ട്, അതായത് സ്വർഗലോകത്തും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഇന്ദ്രന്റെ രാജസദസ്സിലൊക്കെ സന്ദർശിക്കാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു അവസരത്തിൽ അദ്ദേഹത്തിന്റെ അനുഗ്രഹത്താൽ മഹാരാജാവ് സൃഞ്ജയന് അദ്ദേഹത്തിന് ഭാഗ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ അനുഗ്രഹത്താൽ പുത്ര സൗഭാഗ്യം പ്രാപ്തമായി എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള വിശിഷ്ട വ്യക്തിയായിട്ടുള്ള പർവ്വതമുനിയും ഭീഷ്മദേവനെ സന്ദർശിക്കാനായിട്ട് അവിടെ വന്നിരുന്നു. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് നാരദമുനിയാണ് അല്ലെ. നാരദമുനിയെ കുറിച്ച് നമ്മൾ മുൻ അധ്യായത്തിലൊക്കെ വിശദമായിട്ട് പഠിച്ചതാണ്. അദ്ദേഹം എന്താണ്, അത്രയും പരിശുദ്ധ ഭക്തനാണ് ഭഗവാന്റെ അല്ലെ. എവിടെ പോയാലും ആരെ കണ്ടാലും അവരെ ഭക്തരാക്കും. അത് തന്നെയല്ല, നാരദമുനിയുടെ ചെറിയ സംസർഗം കൊണ്ട് തന്നെ പലരും ഭക്തരായിട്ട് മാറിയിട്ടുണ്ട്. നമുക്കറിയാം എന്താണ്, പ്രഹ്ലാദ് മഹാരാജ്, അതുപോലെ തന്നെ ധ്രുവ മഹാരാജ്, അവരൊക്കെ അവരൊക്കെ ഗുരു നാരദമുനിയാണ്. അതുപോലെ തന്നെ നമ്മുടെ വ്യാസദേവൻ അല്ലെ, വ്യാസദേവൻ നാരദമുനിയുടെ ശിഷ്യനാണ് അല്ലെ. നമ്മുടെ പരമ്പര തന്നെ അല്ലെ, എന്താണ്, നമ്മുടെ ഗുരുശിഷ്യ പരമ്പര എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്നും അതീന്ദ്രിയജ്ഞാനം ബ്രഹ്മാവ് ഗ്രഹിച്ചു. ബ്രഹ്മാവിൽ നിന്നും നാരദമുനിയിൽ നിന്നും വ്യാസദേവൻ, പിന്നെ മധ്വാചാര്യ അല്ലെ, പത്മതീർത്ഥർ, നരഹരി തീർത്ഥർ, അങ്ങനെ പോയി എന്താണ് ശ്രീ ചൈതന്യ മഹാപ്രഭു അല്ലെ. അപ്പോ ആ ബ്രഹ്മ മധ്വ സമ്പ്രദായം ചൈതന്യ മഹാപ്രഭു എത്തുമ്പോൾ ഗൗഡീയ സമ്പ്രദായമായിട്ട് മാറുകയാണ് ചെയ്യണം. അതിന്റെ ചൈതന്യ മഹാപ്രഭു അവിടെ നിന്ന് അദ്ദേഹത്തിന് ഷഡ്ഗോസ്വാമിമാര് അല്ലെ, അങ്ങനെ നമ്മുടെ ശ്രീല പ്രഭുപാദരിലെത്തി അങ്ങനെ പരമ്പര നമ്മുടെ തുടർന്ന് പോരുകയാണ് ചെയ്യുന്നത്. അപ്പൊ ബ്രഹ്മമാധവ ഗൗഡീയ സമ്പ്രദായത്തിലെ ഗുരുവാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് നാരദമുനി നമ്മുടെ കൂടി ആചാര്യനാണെന്ന് പറയാം.
അപ്പോ അദ്ദേഹത്തിന്റെ ആ എന്താ പറയാ അത്രയും പരിശുദ്ധ ഭക്തനാണ് നാരദ മഹർഷി അല്ലെ. അദ്ദേഹം നമുക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞ അധ്യായങ്ങൾ എന്താണ് അദ്ദേഹം ആദ്യം ഒരു മുൻജന്മത്തില് ദാസിപുത്രനായിട്ടാണ് ജനിച്ചത്. പിന്നെ എന്താണ് ഒരുപാട് പരിശുദ്ധ ഭക്തന്മാരെ ഭക്തി വേദാന്തികളായിട്ടുള്ള പരിശുദ്ധ ഭക്തന്മാർക്ക് സേവനം ചെയ്തിട്ട് അദ്ദേഹം നാരദ മുനിയായിട്ട് മാറുകയാണ് ചെയ്യണം അല്ലെ. പിന്നെ അദ്ദേഹത്തിന് എന്താണ് ആത്മീയമായിട്ടുള്ള ശരീരം ലഭിച്ചു, നാരദ മുനിയായിട്ട് മാറി. ആ കഥയൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇപ്പോ നാരദ മുനിയുടെ എന്താ പറയാ പലരെയും കുറിച്ച്, അതായത് മൃഗാരി അല്ലെ, മൃഗാരി എങ്ങനെയാണ് വളരെ എത്രയും എന്താ പറയാ ക്രൂരന്മാരായിട്ടുള്ള ആളുകളെ പോലും ഭക്തരാക്കി മാറ്റാനുള്ള കഴിവ് നാരദമുനിക്ക് ഉണ്ട് എന്നുള്ളതാണ്. മൃഗാരിയെ കുറിച്ചുള്ള കഥ എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ. അദ്ദേഹം എന്താണ് ചെയ്തിരുന്നത്? വനത്തിലെ മൃഗങ്ങളെയൊക്കെ വേട്ടയാടിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു മൃഗാരി. അപ്പോ അത് വേട്ടയാടുമ്പോ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ മൃഗങ്ങളെ പകുതി കൊന്നിട്ട് അവിടെ ഇടും, മുഴുവനായിട്ട് കൊല്ലൂല്ല. എന്നിട്ട് അതിങ്ങനെ കിടന്ന് മരണവേദന എടുത്ത് പെടയുന്നത് കാണാനായിട്ട് അദ്ദേഹത്തിന് വളരെ രസമായിരുന്നു. അങ്ങനെയാണ് ചെയ്തിരുന്നത്. ഒരിക്കൽ നാരദമുനി അതിൽ വരുമ്പോ ഇങ്ങനെയുള്ള ഇങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ മൃഗങ്ങൾ പെടഞ്ഞ് ഇങ്ങനെ വേദന കൊണ്ട് അമ്പ് തറച്ചു കിടക്കുന്നു, ഇങ്ങനെ വേദന കൊണ്ട് പെടയുന്നതാണ് കാണാൻ പറ്റിയത്. അപ്പൊ അദ്ദേഹം വിചാരിച്ചു ആരാണ് ഇത്രയും ക്രൂരത ചെയ്യുന്നത്. അപ്പോഴാണ് കാണുന്നത് ഈ മൃഗാരിയെ കാണുന്നത്. അപ്പൊ അയാളോട് ചോദിക്കും, നീ എന്താണ് ഇങ്ങനെ ഇവരൊക്കെ ഇങ്ങനെ ഈ പകുതി കൊന്നിട്ടിരിക്കുന്നത്, നിനക്ക് അവരെ കൊല്ലുമ്പോ മുഴുവനായിട്ട് കൊന്നൂടെ എന്ന് ചോദിക്കും. നാരദമുനി അല്ല മൃഗാരി വിചാരിക്കും, പകുതി കൊല്ലണതും മുഴുവൻ കൊല്ലണതും തമ്മിൽ എന്താ അത്ര വ്യത്യാസം? അപ്പോ മൃഗാരി ചോദിക്കും, അതിപ്പോ രണ്ടായാലും ഇപ്പൊ എന്താ വ്യത്യാസം? അപ്പൊ നാരദ മഹർഷി പറയും, അതായത് നീ മുഴുവൻ കൊല്ലുമ്പോൾ ഇതിനേക്കാൾ ആ പാപത്തെക്കാളും വളരെ വലിയ പാപമാണ് നീ ഇങ്ങനെ പകുതി കൊന്നിട്ട് അവര് ആ വേദന അനുഭവിച്ച് പെടയുന്നത് എന്ന് പറഞ്ഞാൽ അത്രയും ഇതാണ്. അപ്പോഴാണ് മൃഗാരി പറഞ്ഞത്, ഇതൊക്കെ പാപോ? കാരണം പാപം എന്താണ് എന്നൊന്നും അറിയില്ല അല്ലെ. നമ്മള് അജ്ഞാനം കൊണ്ടാണ് അല്ലെ ഭഗവാനെ മറന്ന് നമ്മള് ഇവിടെ ഈ ഭൗതിക ലോകത്തിൽ പിറന്ന് നമ്മള് ആ അന്ധകാരത്തിലാണ് അല്ലെ, അജ്ഞാനത്തിലാണ്. അതുകൊണ്ടാണ് നമുക്ക് എന്താ പറയാ എന്താണ് ചെയ്യേണ്ടത് ചെയ്യരുതാത്തത് എന്നതിനെ കുറിച്ചൊന്നും അറിവില്ല. അപ്പൊ അത്രയും അധപതിച്ച് കിടക്കുന്ന ഒരാളായിരുന്നു, അത്രയും പതിതനായിരുന്നു മൃഗാരി. അപ്പം മൃഗാരി ചോദിക്കുകയാണ് ഇതിനെ കുറിച്ച്, അപ്പൊ എന്താണ് ഇത്, എന്താണ് പാപം എന്നതിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോ മൃഗാരി അതിനെ കുറിച്ച് പറയാണ്. കാരണം നിങ്ങള് ഈ കൊന്നിട്ടിരിക്കുന്ന ഈ മൃഗങ്ങളെല്ലാം എന്താണ്, നിന്നെ ഇനി പല പല ജന്മങ്ങളായിട്ട് നിന്നെ ഇവയെല്ലാം വധിക്കും എന്നാണ്. നീ ഇവരുടെ കൈ കൊണ്ട് നീ മരണപ്പെടും അല്ലെ. മാംസ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് മാംസം, നമ്മള് ഒരു മൃഗത്തെ കൊല്ലരുത്, മാംസം ഭുജിക്കരുത് എന്നൊക്കെ പറയുന്നത്. മാംസ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ എന്താണ്? ഞാനും അതാകുന്നു എന്നാ പറയണത്. എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ നിന്നെ തിന്നാൽ നാളെ നീ എന്നെ തിന്നും അല്ലെ. അതാണ് അവിടുത്തെ ആ ഒരു പോളിസി, അതാണ്. അപ്പൊ അതുകൊണ്ട് അത് അത്രയും വലിയ പാപമാണ്. അതുകൊണ്ട് നീ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. പിന്നെന്താണ് പറയുക, അപ്പം മൃഗാരിക്ക് മനസ്സിലാവും ഇദ്ദേഹം പറയുന്നതില്. അപ്പൊ ഞാൻ എന്താണെന്ന് വെച്ചിട്ട് വേഗം നാരദമുനിയെ ചോദിക്കും, അപ്പൊ എന്താണ് പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിക്കുമ്പോ അങ്ങ് പറഞ്ഞു തരൂ എന്ന് പറയുമ്പോ പറയാണ്, ആദ്യം നേരം നീ നിന്റെ ഈ വില്ലും ഇതെല്ലാം ഒടിച്ച് നീ കളയണം. അതിനുശേഷം നീ എന്താണ് നീ ഇതുമൂലം, അതായത് ഇങ്ങനെ ചെയ്ത ഈ പ്രവൃത്തി കൊണ്ട് നീ ഉണ്ടാക്കിയിട്ടുള്ള സമ്പത്തോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ബ്രാഹ്മണർക്കോ വൈഷ്ണവർക്കോ ഒക്കെ ദാനം ചെയ്തിട്ട് നീ ഒരു നദീ തീരത്ത് പോയിട്ട് ഒരു ചെറിയ കുടിൽ വെച്ച് അവിടെ താമസിക്കുക. അതിന് മുന്നിൽ ഒരു തുളസി ചെടി വയ്ക്കുക, നീയും പത്നിയും കൂടെ അവിടെ ചെന്നിരുന്ന് നാമം ജപിക്കുക, ഭഗവാന്റെ ഭക്തിയുടെ സേവനം ചെയ്യുക എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോ ഇദ്ദേഹം ചോദിക്കും, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇതൊക്കെ ഞാൻ ഒടിച്ചു കളഞ്ഞാൽ എന്റെ ഉപജീവന മാർഗ്ഗമാണ് ഇത് അല്ലെ. അപ്പൊ എനിക്ക് എന്ത് ചെയ്യും? ഞാൻ ഭക്ഷണം കഴിക്കാൻ എന്ത് ചെയ്യാം? നാരദ മഹർഷി നീ അതൊന്നും ഓർത്ത് പേടിക്കേണ്ട, നിനക്ക് അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അതെല്ലാം നിനക്ക് കിട്ടിക്കോളും എന്ന് പറയും. കാരണം ഒരു പരിശുദ്ധ ഭക്തന്റെ വാക്കാണ് അല്ലെ. അല്ലെങ്കിലും കൂടി എന്താണ്, ഭഗവാൻ നമുക്ക് എല്ലാം ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. ഈ പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാം ഭഗവാൻ ആവശ്യമില്ല നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ വാക്കനുസരിച്ചുകൊണ്ട് അദ്ദേഹം അതെല്ലാം കളഞ്ഞ് അങ്ങനെ നദീതീരത്ത് പോയിട്ട് അവിടെ ഒരു ചെറിയ കുടിൽ വെച്ച് തുളസി ചെടിയൊക്കെ നട്ട് അവിടെ ഇരുന്ന് അദ്ദേഹം പത്നിയും ഉള്ള സ്വത്തും അതൊക്കെ ദാനം ചെയ്ത് അവിടെ വന്നിരുന്ന് നാമജപമൊക്കെ തുടങ്ങുകയാണ്. അപ്പോ അങ്ങനെ എന്താണ് ഇദ്ദേഹത്തിന്റെ ഈ മൃഗാരി, ഇത്രയും ക്രൂരനായിട്ടുള്ള മൃഗാരി ഒരു സാധുവായി മാറിയെന്ന് കണ്ടിട്ട് ആ ഗ്രാമവാസികളൊക്കെ എന്ത് ചെയ്യും, അവർക്കൊക്കെ ഭയങ്കര അത്ഭുതമാവും. അപ്പൊ അവരെന്ത് ചെയ്യുന്നുവെച്ചാൽ അദ്ദേഹത്തിന് വേണ്ട എന്തൊക്കെ വേണ്ട വെച്ചാ എന്താ പറയാ പഴങ്ങളായിട്ടും പച്ചക്കറികളായിട്ടും ധാന്യങ്ങളായിട്ടും
ഭക്ഷണ പദാർത്ഥങ്ങളും മറ്റ് എന്താണ് വസ്ത്രം എന്ത് വേണം അവർക്ക് ആവശ്യമുള്ളതൊക്കെ പലരും കൊണ്ടുവന്ന് എത്തിക്കാൻ തുടങ്ങി അല്ലെ. അപ്പൊ അങ്ങനെ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷെ മൃഗാരി വളരെ എല്ലാം കുറച്ച് ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ച് അദ്ദേഹം അങ്ങനെ അവിടെ എന്താ പറയാ ഒരു ഭക്തനായിട്ട് അദ്ദേഹം മാറി എന്നുള്ളതാണ്. അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നാരദമുനിയും പർവ്വതമുനിയും കൂടി അതിലെ വരുമ്പോ എന്താണ് ഈ മൃഗാരി ഇദ്ദേഹത്തെ തന്റെ ഗുരുവായിട്ടുള്ള നാരദമുനിയുടെ അടുത്തേക്ക് നടന്നെടുക്കുമ്പോ അദ്ദേഹം ആ കാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ചാടി ഇങ്ങനെ നടന്നാണ് വരുന്നത്. അപ്പൊ ഇതെന്താണ് നീ ഇങ്ങനെ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോ പറയാണ്, അതായത് താഴെയുള്ള ഒരു ഉറുമ്പിനെ ചവിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഉറുമ്പിന് പോലും ഒന്ന് വേദനിക്കാത്ത വിധത്തിലാണ് അദ്ദേഹം വളരെ ശ്രദ്ധാപൂർവമാണ് നടന്നു വന്നിരുന്നത്. അപ്പോ എങ്ങനെയാണ് അപ്പൊ ഇത് കാണുമ്പോ കൂടെയുള്ള പർവ്വതമുനി അപ്പൊ നാരദ മഹർഷിക്ക് ഭയങ്കര അത്ഭുതം. അപ്പൊ പർവ്വതമുനി പറയാണ്, ഇതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല, കാരണം അങ്ങയെ പോലുള്ള ഒരു പരിശുദ്ധ ഭക്തന്റെ സംസർഗം കൊണ്ട് ഈ ക്രൂരനായിട്ടുള്ള മൃഗാരി പോലും നല്ലൊരു ഭക്തനായിട്ട് മാറി. അപ്പൊ അങ്ങനെ അതായത് അത്രയും ക്രൂരത ചെയ്തിരുന്ന ഒരു വ്യക്തി ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത വിധത്തിൽ ആയി മാറി അല്ലെ. അപ്പൊ അത്രയും ഉയർന്ന തലത്തിലെത്തി എന്നുള്ളതാണ്. അതാണ് നാരദമുനിയുടെ ആ ഒരു എന്താ പറയാ വിശിഷ്ടത അല്ലെ. അദ്ദേഹം അത്രയും ഉയർന്ന ഭക്തനായിരുന്നു. കാരണം നല്ലൊരു പ്രീച്ചറാണ് അല്ലെ അദ്ദേഹം. കാരണം എല്ലാ ഭൗതികമായിട്ടുള്ള എല്ലാ അഭിലാഷങ്ങളും എല്ലാ അറ്റാച്ച്മെന്റുകളും വെടിഞ്ഞ വ്യക്തിയാണ് നാരദമുനി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ലൊരു പ്രീച്ചർ ആവാനും കഴിഞ്ഞു. എവിടെ പോയാലും അവരെയൊക്കെ ഭക്തരാക്കും. എന്തിനു പറഞ്ഞ ഗർഭത്തിലിരിക്കുന്ന അല്ലെ, ഗർഭത്തിലിരിക്കുന്ന കുട്ടിയെ പോലെ ഭക്തനാക്കി മാറ്റാൻ കഴിഞ്ഞു അല്ലെ. പ്രഹ്ലാദ മഹാരാജ് കയാതുവിന്റെ ആ ഗർഭത്തിലിരിക്കുന്ന സമയത്ത് നമ്മുടെ എന്താണ് ദേവന്മാര് അല്ലെ, ഹിരണ്യകശിപു ഇല്ലാത്ത സമയം നോക്കി ദേവന്മാര് കയാതുവിനെ ബന്ദിയാക്കി അല്ലെ വധിക്കാൻ പോവായിരുന്നു. കാരണം ഇനിയും ഒരു അസുരവിത്ത് ഇവിടെ പിറക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ട്. പക്ഷെ അപ്പോഴേക്കും നാരദമുനി പറയും എന്താണ്, അദ്ദേഹം നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, കയാതുവിന്റെ ഗർഭത്തിലിരിക്കുന്ന ശിശു ഭഗവാന്റെ ഭക്തനാണെന്ന് പറയും. അത് കേട്ടതും വേഗം ദേവന്മാര്, കാരണം നാരദമുനി പറഞ്ഞാൽ അവർക്ക് വിശ്വാസമാണ്, അവരുടനെ തന്നെ കയാതുവിനെ നമസ്കരിച്ച് അവര് പരിക്രമം ചെയ്തു പോകും അത്ര. കാരണം അങ്ങനെ നാരദമുനിയാണ് കയാതുവിനെ തന്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെ വെച്ച് ഭഗവാനെ കുറിച്ചുള്ള ഭഗവാന്റെ ദിവ്യ രൂപഗുണങ്ങളെല്ലാം ലീലകളെല്ലാം പറഞ്ഞു കൊടുത്ത് അതെല്ലാം കയാതുവിന്റെ അമ്മയുടെ ഗർഭത്തിൽ ഇരുന്നുകൊണ്ട് പ്രഹ്ലാദൻ ശ്രവിക്കുകയും അങ്ങനെ പ്രഹ്ലാദൻ നല്ലൊരു പരിശുദ്ധ ഭക്തനായിട്ട് മാറുകയും ചെയ്തു അല്ലെ. അപ്പൊ ഗർഭത്തിലിരിക്കുന്ന ശിശുവിനെ പോലും ഭക്തനാക്കാൻ നാരദമുനിക്ക് കഴിഞ്ഞു. അത്രയും മഹാത്മാവാണ് നാരദമുനി. അങ്ങനെയുള്ള നാരദമുനിയും ഇവിടെ എന്താണ് ഭീഷ്മദേവനെ കാണാനായിട്ട് വന്നിരുന്നു എന്ന് പറയുന്നു. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് ധൗമ്യൻ. ധൗമ്യൻ എന്ന് പറഞ്ഞാൽ പാണ്ഡവരുടെയൊക്കെ കുലഗുരുവാണ്. അദ്ദേഹം പല സമയം യുധിഷ്ഠിര മഹാരാജാവിനെ സന്ദർശിക്കുകയും അദ്ദേഹത്തിന് വേണ്ട ഉപദേശങ്ങളെല്ലാം നൽകിയിരുന്നു. അതുപോലെ തന്നെ അവര് വനവാസ സമയത്ത് എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെ ഉപദേശം നൽകിയിട്ടുള്ളത് ധൗമ്യനാണ്. ഇപ്പൊ ഒരു ഗൃഹസ്ഥാശ്രമിക്ക് ശരിക്കും എന്താ പറയുന്നത്, ധർമ്മം ഉപദേശിക്കാനായിട്ട് എപ്പോഴും ഒരു ആചാര്യൻ ആവശ്യമാണ് എന്നുള്ളത് ഭാവാർത്ഥത്തില് ശ്രീല പ്രഭുപാദിൽ പറയുന്നുണ്ട്. അപ്പോ എപ്പോഴും നമുക്ക് അല്ലെ ഒരു ഗൃഹസ്ഥന് എങ്ങനെയാണ് ശരിയായിട്ടുള്ള ആ ഗൃഹസ്ഥ ജീവിതം അല്ലെ, ഗൃഹസ്ഥ ആശ്രമം എന്നാ പറയാ അല്ലെ. അപ്പൊ അതെങ്ങനെ നയിക്കണം, അങ്ങനെ ഒരു ഗൃഹസ്ഥ ആശ്രമം അല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അല്ലാത്തവരൊരു ഗൃഹസ്ഥൻ എന്ന് പറയില്ല അല്ലെ, ഗൃഹമേധി എന്നാണ് പറയുക. കാരണം അവരെപ്പോഴും ഭൗതിക അഭിലാഷങ്ങൾക്ക് വേണ്ടിയിട്ട് പലതരത്തില് പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ ഒരു ഗൃഹസ്ഥൻ എന്ന് പറഞ്ഞാൽ ഭഗവാനെ കേന്ദ്രമാക്കിക്കൊണ്ട് ആ വീട്ടിലെ സെന്റർ ഭഗവാനായിരിക്കും അല്ലെ. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഭഗവാന്റെ ഭക്തിയുത സേവനമായിട്ട് ചെയ്യുന്ന ആളായിരിക്കും ഒരു ഗൃഹസ്ഥൻ. അപ്പൊ അങ്ങനെയുള്ള എന്താ പറയാ, അപ്പൊ ഒരു ഗൃഹസ്ഥാശ്രമിക്ക് എപ്പോഴും ഒരു ആചാര്യന്റെ ഉപദേശം ആവശ്യമാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്താ പറയാ, എപ്പോഴും നമുക്ക് എല്ലാവർക്കും ചിലപ്പോ ഒരു ആചാര്യനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് എന്താണ് ശ്രീല പ്രഭുപാദര് നമുക്ക് വിശിഷ്ടമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലെ. ഭഗവത്ഗീത, ഭാഗവതം അല്ലെ, ഇതിലൊക്കെ പ്രഭുപാദരുടെ പർപ്പട്ടില് ഭാവാർത്ഥത്തില് എല്ലാം എന്ത് ചെയ്യണം അല്ലെ, എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്, നമ്മൾ ആരാണ്, നമ്മള് എന്താണ് ആത്മാവാണ് ശരീരമല്ല അല്ലെ, നമ്മൾ എവിടുന്ന് വരുന്നു, എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം, അതിനെ കുറിച്ചെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമ്മള് ഭഗവാന്റെ നിത്യസേവകരാണ്, ഭഗവാനെ സേവനം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അല്ലെ. അതാണ് നമുക്ക് ആ ജീവിത ലക്ഷ്യം നേടാനുള്ള നമ്മുടെ മാർഗം അല്ലെ എന്നതിനെ കുറിച്ചെല്ലാം നമുക്ക് ശ്രീല പ്രഭുപാദരുടെ ഗ്രന്ഥങ്ങൾ വായിക്കുകയാണെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ച് നല്ലൊരു എങ്ങനെ ജീവിതം നയിക്കണം എന്നുള്ളതിന് നല്ലൊരു എന്താ പറയാ മാതൃക നമുക്ക് നൽകും പ്രഭുപാദരുടെ പുസ്തകങ്ങൾ. അപ്പൊ അത്രയും
വില പിടിച്ചതാണ്, അല്ലെങ്കിൽ അത്രയും നമുക്ക് വേണ്ടതാണ് ശ്രീല പ്രഭുപാദരുടെ ഗ്രന്ഥങ്ങൾ. നമ്മളെല്ലാവരും അത് വായിച്ചിരിക്കണം, അല്ലെ? അതുകൊണ്ട് തന്നെ നമുക്ക് ശരിയായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ അടുത്തത് പറയുന്നത് ബാദരായണൻ എന്ന് വെച്ചാൽ വ്യാസദേവൻ, അല്ലെ? വ്യാസദേവൻ നമുക്കറിയാം നാരദ മഹർഷിയുടെ ശിഷ്യനാണ്, അല്ലെ? അദ്ദേഹം എന്താണ്, ഭഗവാന്റെ ഒരു പ്രത്യേക അവതാരമാണ്. അതായത് ഗ്രന്ഥങ്ങളെല്ലാം രചിക്കാനുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ആ ഒരു ശക്തി കൊടുത്തുകൊണ്ട്, അല്ലെ, ഉണ്ടായിട്ടുള്ള ഭഗവാന്റെ അവതാരമാണ് വ്യാസദേവൻ. അദ്ദേഹത്തിന് കൃഷ്ണദ്വൈപായനൻ, സത്യവതി സുതൻ, പാരാശര്യൻ, അല്ലെ, പരാശരാത്മജൻ എന്നീ പല ബാദരായണൻ പല പേരുകൾ അദ്ദേഹത്തിനുണ്ട്. അതായത് പരാശര മുനിയുടെ, മഹാനായിട്ടുള്ള പരാശര മുനിയുടെ പുത്രനാണ് സത്യവതിയില്. അതായത് ശന്തനു മഹാരാജാവിന് സത്യവതിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പരാശര മുനിക്ക് സത്യവതിയിൽ ഉണ്ടായ പുത്രനാണ് വ്യാസദേവൻ. അതുപോലെ തന്നെ വ്യാസദേവന്റെ പുത്രന്മാരാണ് ധൃതരാഷ്ട്രം, പാണ്ഡും, വിതുരരും ഒക്കെ, അല്ലെ? അംബികയില് ധൃതരാഷ്ട്രം, അംബാലികയില് പാണ്ഡുവും, അതുപോലെ തന്നെ ദാസിയിലുണ്ടായതാണ് വിതുരര്, ഭഗവാന്റെ നല്ല ഭക്തനായിട്ടുള്ള വിതുര മഹാത്മാവ്. അപ്പോ അത്രയാണ് വ്യാസദേവനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ എന്താണ്, മഹാഭാരതം, അല്ലെ? വലിയ ഗ്രന്ഥമായിട്ടുള്ള മഹാഭാരതം രചിച്ചിട്ടുള്ളതും വ്യാസദേവനാണ്. പിന്നെ മഹാഭാരതം മാത്രമല്ല, അദ്ദേഹം ഒരുപാട് എന്താ പറയാ വേദാന്ത സൂത്രങ്ങളും ശ്രീമദ് ഭാഗവതം, അല്ലെ, വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. അതിൽ പുരാണങ്ങള്, ഇതിഹാസങ്ങള്, ഇതെല്ലാം അദ്ദേഹം രചിച്ചിട്ടുണ്ട് വ്യാസദേവൻ. അപ്പൊ അതില് മഹാഭാരതത്തിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ ശ്രീമദ് ഭഗവത്ഗീത, അല്ലെ? നമുക്ക് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള ഗ്രന്ഥം, ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുള്ള ഭഗവാന്റെ ഉപദേശങ്ങൾ അടങ്ങിയുള്ള ശ്രീമദ് ഭഗവത്ഗീത മഹാഭാരതത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ഇത്രയും ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള അത്രയും മഹാത്മാവായിട്ടുള്ള ഭഗവാന്റെ തന്നെ അവതാരമായിട്ടുള്ള ശ്രീ വ്യാസദേവനും അവിടെ സന്നിഹിതനായി ഭീഷ്മദേവനെ ഒരു നോക്ക് കാണാനായിട്ട്. അടുത്തത് ബൃഹദശ്വൻ. ഇദ്ദേഹം ഇതുപോലെ തന്നെ യുധിഷ്ഠിര മഹാരാജാവിനെ, അതായത് പാണ്ഡവരുമായിട്ട് ബന്ധപ്പെട്ടവരാണ് ഇതില് പറഞ്ഞിട്ടുള്ള എല്ലാവരും. അപ്പൊ ഇദ്ദേഹവും എന്താണ്, യുധിഷ്ഠിര മഹാരാജാവിനെ സന്ദർശിക്കാനായിട്ട് പലപ്പോഴും വരാറുണ്ട്. പിന്നെ ഇക്ഷാകു രാജവംശത്തിന്റെ പുത്രനായ വേറൊരു ബൃഹദശ്വനെ കുറിച്ചും പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ ബൃഹദശ്വൻ ഇദ്ദേഹം യുധിഷ്ഠിര മഹാരാജാവിനെ കാണാനായിട്ട് ഇടയ്ക്ക് വന്നിരുന്ന ഒരു മഹാത്മാവാണ്. അതുപോലെ തന്നെ ഭരദ്വാജൻ, അല്ലെ? ഭരദ്വാജ മഹർഷി നമ്മള് രാമായണത്തിലെ, അല്ലെ, ശ്രീരാമചന്ദ്രൻ, സീതാദേവി, ലക്ഷ്മണൻ അവര് ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിൽ പോയിട്ട് ഉള്ളതായിട്ടൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, അല്ലെ? അതായത് പ്രയാഗ തീർത്ഥത്തിനടുത്താണ് ഭരദ്വാജ മഹർഷിയുടെ ആശ്രമം. പിന്നെ അത് തന്നെയല്ല, ദ്രോണാചാര്യരുടെ പിതാവുമാണ് ഭരദ്വാജ മഹർഷി എന്ന് പറയുന്നു. അപ്പൊ അദ്ദേഹവും ഭീഷ്മദേവനെ സന്ദർശിക്കാനായിട്ട് എത്തിയിരുന്നു. പിന്നെ അതുപോലെ തന്നെ പരശുരാമൻ അഥവാ രേണുകാസുതൻ, അല്ലെ? അറിയാം, ജമദഗ്നി മഹർഷിയുടെയും രേണുകാദേവിയുടെയും പുത്രനായിട്ടുള്ള പരശുരാമൻ, അതായത് ഭഗവാന്റെ തന്നെ അവതാരമായിട്ടുള്ള ആ പരശുരാമനും ഭീഷ്മദേവനെ കാണാനായിട്ട് വന്നിരുന്നു. പരശുരാമനും ഇതുപോലെ തന്നെ എന്താണ്, ഒരുപാട് ക്ഷത്രിയന്മാരുടെ വധം ചെയ്യാനായിട്ട്, അതും ഭഗവാന്റെ ഒരു ശക്തിയാവേശ അവതാരമാണ് പരശുരാമൻ, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള അദ്ദേഹവും പിന്നെ അത് തന്നെയല്ല, ഭീഷ്മാചാര്യന്റെ ഗുരുവും കൂടിയാണ് പരശുരാമൻ, അല്ലെ? അപ്പൊ എന്താ പറയാ, അമ്പയെ കല്യാണം കഴിക്കേണ്ട ആ സമയത്തൊക്കെ പരശുരാമൻ പറയുന്നുണ്ട് ഭീഷ്മദേവന്റെ അടുത്ത്, നീ കല്യാണം കഴിക്കണം എന്നൊക്കെ. പക്ഷെ അത് അദ്ദേഹം കേൾക്കില്ല. അദ്ദേഹം എടുത്ത ആ പ്രതിജ്ഞയിൽ തന്നെ ഉറച്ചു നിൽക്കും, താൻ എന്നും ബ്രഹ്മചാരി ആയിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെ എന്താ പറയാ, ഗുരു എന്ന നിലയിൽ പരശുരാമൻ അദ്ദേഹത്തിന് വേണ്ട സമയത്ത് ഉപദേശങ്ങൾ നൽകിയിരുന്നു. പരശുരാമനിൽ നിന്നാണ് അദ്ദേഹം അസ്ത്രവിദ്യയൊക്കെ വശത്താക്കിയുള്ള പരശുരാമനായിട്ട് ഭീഷ്മദേവൻ യുദ്ധം പോലും ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പരശുരാമൻ തന്റെ ശിഷ്യന്മാരോടുകൂടി അവിടെ വരികയുണ്ടായി ഭീഷ്മദേവനെ കാണാനായിട്ട്. പിന്നെ അടുത്തത് വസിഷ്ഠൻ, അല്ലെ? വസിഷ്ഠ മഹർഷി കുറിച്ച് നമുക്കറിയാം, അല്ലെ? ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ഒക്കെ ഗുരുവാണ് വസിഷ്ഠ മഹർഷി. അദ്ദേഹം വളരെ എന്താ പറയാ, വിശുദ്ധനായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം വിശ്വാമിത്രനുമായിട്ടുള്ള പല സമയത്തുള്ള ഒരു വഴക്കിനെ കുറിച്ചൊക്കെ അറിയാലോ. വിശ്വാമിത്രന് വസിഷ്ഠ മഹർഷിയോട് കുറച്ച് അസൂയൊക്കെ ഉണ്ടായിരുന്നു, അല്ലെ? വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിൽ കാമധേനു എന്നുള്ള ഒരു പശു ഉണ്ടായിരുന്നു. അതായത് എന്തൊക്കെ വേണോ, കാമധേനുവിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത് അതെല്ലാം കാമധേനുവിന്റെ ശരീരത്തിൽ നിന്നും വരുമായിരുന്നു. അപ്പൊ അത്രയും ഒരിക്കൽ വിശ്വാമിത്രനും
കൂട്ടരും അവിടെ വനത്തില് യുദ്ധത്തിന് വന്നിരിക്കുന്ന സമയത്ത് കുറച്ച് എന്തെങ്കിലും ഭക്ഷണമോ വെള്ളമൊക്കെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് വസിഷ്ഠ മഹർഷിയുടെ ആശ്രമം കാണാൻ അങ്ങനെ അവിടെ ചെല്ലും. അപ്പോഴാണ് ഈ കാമധേനുവിനെ കാണുന്നത്. അപ്പോൾ കാമധേനുവിന് കിട്ടാനായിട്ട് ആഗ്രഹിക്കും, വിശ്വാമിത്രൻ വേണമെന്ന് പറയും. പക്ഷെ വസിഷ്ഠ മഹർഷി പറയില്ല, അത് തരാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ ആ സമയത്ത് എന്താണ്, വിശ്വാമിത്രന്റെ സൈന്യത്തെയും കൊണ്ട് വസിഷ്ഠ മഹർഷി ആക്രമിക്കാനായിട്ട് വരും. അപ്പൊ കാമധേനുവിന്റെ ശരീരത്തിൽ നിന്ന് ഒരുപാട് സൈന്യങ്ങൾ വരും. അങ്ങനെ അവർ തമ്മിൽ യുദ്ധമൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അതിലെ പല സമയത്തും ഇതുപോലെ വിശ്വാമിത്ര വസിഷ്ഠ മഹർഷിയെ അങ്ങനെ ടോർച്ചർ ചെയ്യാനൊക്കെ ശ്രമിച്ചിരുന്നു അത്രേ. അപ്പൊ ചില സമയത്ത് വസിഷ്ഠ മഹർഷി ആത്മഹത്യക്ക് പോലും ശ്രമിച്ചിട്ടുണ്ടെന്ന് ഇവിടെ പറയുന്നു. പക്ഷെ അതൊക്കെ ആ സമയത്തൊക്കെ അദ്ദേഹം ഭഗവാന്റെ കൃപയിൽ അദ്ദേഹം രക്ഷപ്പെട്ടു, അദ്ദേഹത്തിനൊന്നും സംഭവിച്ചില്ല. അപ്പൊ അങ്ങനെ ഉള്ള ആ ഒരു വസിഷ്ഠ മഹർഷിയും ഭീഷ്മദേവനെ സന്ദർശിക്കാനായിട്ട് അവിടെ വന്നിരുന്നു. പിന്നെ മറ്റൊരു മഹാത്മാവാണ് ഇന്ദ്രപ്രമദൻ, അല്ലെ. അദ്ദേഹം വളരെ വിഖ്യാതനായിട്ട് ഒരു ഋഷിയാണ്. അദ്ദേഹവും സന്നിഹിതനായിരുന്നു. പിന്നെ ത്രിതൻ എന്ന് പറഞ്ഞാൽ അതായത് ഗൗതമ മഹർഷിയുടെ പ്രജാപതിയായിട്ടുള്ള ഗൗതമന്റെ 3 പുത്രന്മാരിൽ ഒരാണ്. ഏകദ്വിതൻ ത്രിതൻ എന്ന് പറയും. ഇവരൊക്കെ ഗൗതമന്റെ പുത്രന്മാരായിരുന്നു. അതിലെ ത്രിതൻ അവിടെ സന്നിഹിതരായിരുന്നു. അവരെല്ലാവരും അദ്ദേഹത്തിന്റെ സഹോദരന്മാരും എല്ലാവരും ശ്രേഷ്ഠരായിട്ടുള്ള സന്യാസിമാരായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ത്രിതൻ എന്ന് പറയുന്നത് വരുണ ലോകത്തെ സപ്തർഷികളില് ഒരാളാണെന്ന് പറയുന്നു ത്രിതൻ. അപ്പൊ അങ്ങനെയുള്ള ത്രിതൻ സന്നിഹിതനായിരുന്നു. പിന്നെ അടുത്തായിട്ട് പറയുന്നത് ഗൃത്സമദൻ എന്നാണ്. ഗൃത്സമദൻ അദ്ദേഹം സ്വർഗരാജ്യത്തെ ഋഷിമാരിൽ ഒരാളാണ്. പിന്നെ ദേവേന്ദ്രന്റെ ഉറ്റ മിത്രവുമാണ് ഈ ഗൃത്സമദൻ. അദ്ദേഹം ബൃഹസ്പതിയെ പോലെ തന്നെ, അതായത് ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയെ പോലെ അത്രയും ഉത്കൃഷ്ടനായിട്ടുള്ള വ്യക്തിയായിരുന്നു ഈ ഗൃത്സമദനും. പിന്നെ ഇദ്ദേഹം യുധിഷ്ഠിര മഹാരാജാവിനെയും ഈ ഗൃത്സമദൻ പലപ്പോഴും സന്ദർശിക്കാറുണ്ട്. എന്താണ് പരമവൈഷ്ണവനായിട്ടുള്ള മഹാദേവനെ കുറിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ, മഹാദേവന്റെ മഹത്വങ്ങളെ കുറിച്ചൊക്കെ യുധിഷ്ഠിര മഹാരാജാവിന് അദ്ദേഹം ഉപദേശിക്കാറുണ്ട് അത്ര. അപ്പോ അതായത് മഹാദേവൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വൈഷ്ണവാനാം യഥാശംഭു, അല്ലെ. ഭഗവാന്റെ ഏറ്റവും വൈഷ്ണവരിൽ വെച്ച് അത്രയും ശ്രേഷ്ഠനാണ് മഹാദേവൻ, അല്ലെ. അദ്ദേഹം എന്താണ്, എല്ലാവരോടും വളരെ കാരുണ്യാണ് മഹാദേവനെ, അല്ലെ. അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളത് ആരാണ് എപ്പോഴും തമോ ഗുണത്തിലുള്ള, അല്ലെ, എന്താ പറയാ, ഭൂതഗണങ്ങളും ഒക്കെയാണ് മഹാദേവന്റെ കൂടെ ഉണ്ടായിരുന്നത്, അല്ലെ. അവരോട് പോലും, അവരെയാണ് കൂടെ കൊണ്ടുവന്നിരുന്നത്, അവരോട് പോലും മഹാദേവൻ, അങ്ങനെ ആരും അവരുടെ കൂട്ടാരും ചേരില്ല, അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പോലും തന്റെ സംഘം കൊടുത്തുകൊണ്ട്, അല്ലെ, അവരോട് പോലും അതീവ കാരുണ്യം കാണിച്ചിരുന്ന എന്താണ് ആളാണ് മഹാദേവൻ. അങ്ങനെയുള്ള എന്താ പറയാ, മഹാദേവനെ കുറിച്ച് ഈ ഗൃത്സമദൻ യുധിഷ്ഠിര മഹാരാജാവിന് പറഞ്ഞു കൊടുക്കാറുണ്ട്, മഹാദേവന്റെ മഹത്വങ്ങളെ കുറിച്ച്. അടുത്തായിട്ട് പറയുന്ന അസിതൻ. അസിതനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ. ഭഗവത്ഗീതയിലെ ശ്ലോകത്തില് അസിതോ ദേവലോ വ്യാസ, എന്താണ്, അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാനെ പരമദിവ്യ പുരുഷനാണെന്ന് സ്ഥാപിക്കുന്ന, അല്ലെ, ആ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട് അസിത മഹർഷി. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ഇദ്ദേഹം വളരെ ശക്തനായിട്ടുള്ള ഒരു ഋഷിയായിരുന്നു. പിന്നെ മഹാഭാരതത്തിലെ 15 ലക്ഷം ശ്ലോകങ്ങള് തന്റെ പിതാവിന് അദ്ദേഹം വിശദീകരിച്ച് നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ ജനമേജയ മഹാരാജാവിന്റെ സർപ്പയജ്ഞത്തിലെ ഒരു അംഗമായിരുന്നു അസിത മഹർഷി. പിന്നെ യുധിഷ്ഠിര മഹാരാജാവുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം അഞ്ജന പർവ്വതങ്ങളിൽ താമസിക്കുന്ന വേളയിൽ, യുധിഷ്ഠിര മഹാരാജാവും പാണ്ഡവരൊക്കെ താമസിക്കുന്ന സമയങ്ങളിൽ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അദ്ദേഹം നൽകിയിരുന്നു. പിന്നെ ഇദ്ദേഹവും മഹാദേവന്റെ ഒരു ഭക്തനായിരുന്നു അസിതൻ. പിന്നെ അടുത്തത് പറയുന്നു കക്ഷിവാൻ, അതായത് ഗൗതമ മുനിയുടെ പുത്രന്മാരിൽ ഒരാളാണ് കക്ഷിവാൻ. ഇദ്ദേഹം എന്താണ്, ചന്ദ്രകൗശികന്റെ പിതാവും കൂടിയാണെന്ന് പറയുന്നു കക്ഷിവാൻ. യുധിഷ്ഠിര മഹാരാജാവിന്റെ സദസ്സിലെ അംഗമായിരുന്നു കക്ഷിവാൻ. അദ്ദേഹവും ഭീഷ്മ പിതാമഹനെ ദർശിക്കാനായിട്ട് അവിടെ എത്തിയിരുന്നു. നെക്സ്റ്റ് പറയുന്നത് അത്രി.
അത്രി മഹർഷി വളരെ ശ്രേഷ്ഠനായിട്ടുള്ള മഹർഷിയാണ് അല്ലെ. അത്രി അനസൂയ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹവും ബ്രഹ്മാവിന്റെ മാനസപുത്രനാണ്. അതായത് സപ്തർഷികളില് ഏറ്റവും ആദ്യം തന്നെ പറയുന്നതാണ് അത്രി അല്ലെ. സപ്തർഷികളിൽ ഒരാളാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ എന്താണ് അത്രി അനസൂയ ഇവര് അതുപോലെ തന്നെ രാമായണത്തിൽ നമുക്ക് കാണാം. ശ്രീരാമചന്ദ്ര ഭഗവാനും ഒക്കെ സീതാദേവിയൊക്കെ സന്ദർശിച്ചിരുന്നു. അനസൂയ മാതാവിൽ നിന്നും വേണ്ട ഉപദേശങ്ങളൊക്കെ സീതാദേവി സ്വീകരിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ എന്താണ് പരീക്ഷിത് മഹാരാജാവ് യജ്ഞം നടത്തുന്ന സമയത്ത് അനസൂയ മാതാവ് അദ്ദേഹത്തിന് വേണ്ട പലതരത്തിലും സഹായിച്ചിരുന്നതായിട്ടും ഇവിടെ പറയപ്പെടുന്നു. അടുത്ത് പറയുന്നത് കൗശികൻ. ഈ കൗശികൻ മഹാരാജാവ് യുധിഷ്ഠിരന്റെ രാജസദസ്സിൽ ഉണ്ടായിരുന്ന സ്ഥിരമായിട്ടുള്ള അംഗങ്ങളില് ഒരാളാണെന്ന് പറയുന്നു. അദ്ദേഹം ഒരു ഋഷിവര്യനായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കൗശികൻ പലപ്പോഴും ശ്രീകൃഷ്ണ ഭഗവാനെയും സന്ദർശിക്കാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കൗശികനും അവിടെ വന്നിരുന്നു. പിന്നെ അവസാനം പറയുന്നത് സുദർശന ചക്രത്തെ കുറിച്ചാണ് അല്ലെ. ഭഗവാന്റെ ദിവ്യ ആയുധമായിട്ടുള്ള സുദർശന ചക്രം അല്ലെ. എന്താണ് ബ്രഹ്മാസ്ത്രത്തെക്കാളും വളരെ ശക്തമാണ് അല്ലെ ഭഗവാന്റെ സുദർശനം. എല്ലാവർക്കും ഭയമാണ് അല്ലെ. എന്താണ് പറയാ, ശത്രുക്കളെ നിഗ്രഹിക്കാനായിട്ട് ഭഗവാൻ ഉപയോഗിച്ചിരുന്നതാണ് ഭഗവാന്റെ സുദർശന ചക്രം. അപ്പൊ അങ്ങനെയുള്ള സുദർശന ചക്രം അവിടെ സന്നിഹിതനായിരുന്നു. ഈ സുദർശന ചക്രം ഭഗവാന് ഇവിടെ അതായത് ഈ ഭൂമിയില് ഭൗതിക ലോകത്ത് ഭഗവാൻ അവതാരം എടുത്തപ്പോൾ അഗ്നിദേവൻ സമ്മാനിച്ചതാണ്. ആക്ച്വലി എന്താണ് സുദർശനം ഭഗവാന്റെ എന്താണ് നിത്യപാർഷദനാണ്. എപ്പോഴും ഭഗവാന്റെ കൂടെ ഉള്ളത് തന്നെയാണ്. ഭഗവാന്റെ സ്വന്തം തന്നെയാണ് അതല്ലേ. പക്ഷെ ഭഗവാൻ ഓരോ ലീലകൾ ചെയ്യുമ്പോ എന്താ പറയാ, തന്റെ ഭക്തരുടെ സന്തോഷത്തിനായിട്ട് ഭഗവാൻ, അതായത് തന്റെ ഒരു വസ്തു, അച്ഛന്റെ ഒരു വസ്തു മകൻ എടുത്തിട്ട് അച്ഛന് വാങ്ങിക്കൊണ്ടുവന്നതായിരിക്കും അല്ലെ. പക്ഷെ മകൻ അത് തിരിച്ച് അച്ഛന് കൊടുക്കുക. ആ ഒരു ഇതാണ് ഇവിടെ. അഗ്നിദേവൻ അത് ഭഗവാന്റെ തന്നെയാണ് അത്. പക്ഷെ അഗ്നിദേവൻ അത് ഭഗവാന് ഇവിടെ അവതരിച്ച സമയത്ത് അഗ്നിദേവനാണ് അത് ഭഗവാന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാന്റെ ദിവ്യ ആയുധമായിട്ടുള്ള സുദർശനവും അവിടെ സന്നിഹിതനായിരുന്നു അല്ലെ. ഇത്രയ്ക്കും ശ്രേഷ്ഠനായിട്ടുള്ള എന്താണ് വിശുദ്ധാത്മാവാണ് ഭീഷ്മദേവൻ എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലെ. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്താണ് പറയും അല്ലെ, അന്തേ നാരായണ സ്മൃതി. അവസാന നിമിഷം നമുക്ക് ഭഗവാനെ സ്മരിക്കാനായിട്ട് കഴിയണം അല്ലെ. ഭീഷ്മദേവൻ അതാണ്. ഭീഷ്മദേവൻ തന്റെ ജീവിതത്തിലുടനീളം ഭഗവാന്റെ പരിശുദ്ധ ഭക്തനായിരുന്നു അല്ലെ. ഭഗവാനായിരുന്നു സദാസമയം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഭഗവാൻ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്താണ് അവസാന സമയത്തും ഭഗവാന്റെ ആ ഒരു ദർശനം ഇവിടെ അദ്ദേഹത്തിന് പ്രാപ്തമാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശരിയായ രീതിയിൽ അല്ലെ ഗുരുവിന്റെ ആത്മീയ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം നമ്മളും ശരിയായ രീതിയിൽ ഭക്തിയുത സേവനം ചെയ്ത് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോ എന്താണ് ശ്രീല പ്രഭുപാദർ പറയുന്നത്, ഒരു ഭക്തന്റെ മരണം എന്ന് പറഞ്ഞാൽ എന്താണ്, ഭക്തൻ മരിക്കുമ്പോൾ അദ്ദേഹം കണ്ണുകൾ അടയ്ക്കുന്നു, വീണ്ടും അദ്ദേഹം ഒരു ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന പോലെ കണ്ണ് തുറക്കുമ്പോൾ എന്താണ് ഭഗവാന്റെ ദർശനം ലഭിക്കുന്നു. അതായത് ഭഗവാന്റെ ലോകത്തിലെത്തി ഭഗവാന്റെ കണ്ണ് തുറക്കുമ്പോൾ ഉറക്കത്തിൽ നിന്ന് എന്നുള്ള പോലെ ഉണർന്ന് ഭഗവാനെ കാണുന്നു. അതാണ് ഒരു ഭക്തന്റെ മരണം എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ ഭീഷ്മദേവനും എങ്ങനെയാണ്, അദ്ദേഹം ഭഗവാന്റെ പാർത്ഥസാരഥി ലോകത്തിലാണ് എത്തുന്നത്. അപ്പൊ നമുക്ക് പിന്നീട് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ശ്ലോകത്തില് ഇതൊക്കെയാണ് ഇന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, എനിക്കറിയാവുന്നതാണെങ്കിൽ പറഞ്ഞു തരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു മാതാജി. വളരെ ഇൻസൈറ്റ് പോയിന്റ്സ് ഓഫ് ബ്രിഗാരി, അത് വളരെ നല്ലതായിരുന്നു. അതിലൊരു പോയിന്റും കൂടി അതിന്റെ നമുക്ക് മാതാജി വളരെ നല്ല കാര്യം എന്താണെന്ന് വെച്ചാല്, മാതാജി ഇപ്പൊ എല്ലാവർക്കും നമ്മള് ഇതിൽ മിക്കവാറും ഇപ്പൊ ഞാൻ എന്നെ പറ്റി പറയാൻ വെച്ചാൽ ഞാനും ഇറച്ചി മീനും എല്ലാം തിന്നിരുന്ന ഒരു വ്യക്തിയാണ്. ബട്ട് ഹൗ ഡിഡ് ഐ ലീവ് ദിസ് വൺ? നമ്മൾ ഇതെല്ലാം എങ്ങനെ വിട്ടു? നമുക്ക് ഇതെല്ലാം എങ്ങനെ വിടാൻ പറ്റി?
ഇപ്പൊ മിഗാരിയുടെ എക്സാമ്പിൾ നോക്കാന്ന് വെച്ചാൽ മിഗാരി കേം ഇൻ സം അസോസിയേഷൻ, റൈറ്റ്? യെസ്, അതെ അതെ, ഒരു നമ്മൾ ശുദ്ധ സംഘം. അതേമാതിരി നമുക്ക് ഇത് വിടാൻ എങ്ങനെ പറ്റി? നമ്മൾ ഇതെല്ലാം ചിന്തിക്കുമ്പോ ഇതിന്റെ ബാക്കിൽ വളരെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു ശ്ലോക നമ്മൾ വിചാരിക്കും നമുക്ക് കുറെ ഇന്റലിജന്റ് ഉണ്ട്, നമ്മൾ ഏതെങ്കിലും ആളുടെ അടുത്ത് പറയാൻ പോകുമ്പോ ആള് വിചാരിക്കും ഇതെന്തുട്ട് അവരെ പൊസിഷൻ നോക്കും, അവരെ ഇന്റലിജൻസ് നോക്കും, അവർ വിചാരിക്കും ഇതാരെ, ഇത് ചെറിയ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തി, ഒരു ടീച്ചറാ, ഒരു ചെറിയ ഓഫീസറാ, ഒരു ഏതെങ്കിലും ഒരു ഡോക്ടറാണോ, എന്നിട്ട് നമ്മളെ കളിയാക്കും. ശരിയല്ല? അപ്പൊ അവരെന്താ വിചാരിക്കുക, അവരെ ഇന്റലിജന്റ്, അവരുടെ പൊസിഷൻ, പിന്നെ അവരുടെ കർമ്മ. പക്ഷെ ഇതിനുള്ളിൽ ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകം ഉണ്ട്. ആ ശ്ലോകം എല്ലാവർക്കും അറിയുന്ന ഒരു ശ്ലോകയാണ്, ഭയങ്കര ഫേമസ് ശ്ലോകയാണ്. തേഷാം സ്തതത യുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധി യോഗം തം ഏമാനുപയാന്തിതേ. അതിലെ ഒരു വാക്കുണ്ട് മാതാജി, തേഷാം യുക്തം ഭജതാം പ്രീതി പൂർവ്വ ദദാമി ബുദ്ധി യോഗം തം. ഈ ദദാമി ബുദ്ധി യോഗം തം എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത് അറിയോ? അതിന്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്ന റിയൽ ഇന്റലിജൻസ്. ആ വാക്കാണ് അതിന്റെ ഉള്ളിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാക്ക്. അവിടെ ആ റിയൽ ഇന്റലിജൻസ് എവിടുന്ന് കിട്ടും? ഇപ്പൊ മാതാജി ക്ലാസ് എടുക്കണ മാതിരി ഈ ക്ലാസ് എല്ലാം കേട്ട് കഴിഞ്ഞാൽ ഇതാണ് റിയൽ ഇന്റലിജൻസ്. അല്ലാണ്ട് മാതാജിയുടെ ഹൈലി ക്വാളിഫിക്കേഷനും അത് ഇതിന്റെ ഉള്ളിൽ നിന്ന് റിയൽ ഇന്റലിജന്റ് ആണ് മാതാജി തന്നോണ്ടിരിക്കുന്നത് നമുക്ക്, വിത്ത് ദ അസോസിയേഷൻ ഓഫ് ഓൾ ദ ഡിവോട്ടീസ്. അപ്പോഴാണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. മിർഗാരിയുടെ സ്റ്റോറി എല്ലാം നമുക്കറിയാം, പക്ഷെ നമുക്കിത് അറിയേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നാരദ മുനിയുടെ അസോസിയേഷൻ കിട്ടിയപ്പോഴാണ് മിർഗാരി ചേഞ്ച് ആവാൻ പറ്റിയത്. തീർച്ചയായിട്ടും അതെ, നമുക്ക് അങ്ങനെയാണ് പരിശുദ്ധ ഭക്തരുടെ, നമ്മുടെ ഭക്തന്മാരുടെ ക്ലാസ്സുകൾ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ് അസോസിയേഷൻ, സത്സംഗം, അല്ലെ ശ്രവണം. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ശ്രവണമാണ്. ഭഗവാനെ കുറിച്ച് നമ്മൾ ശ്രവിക്കണം. ഭഗവാനെ കുറിച്ച് കേട്ട് ഭഗവാന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഭഗവാനോട് ഒരു ആകർഷണം വരുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് ഒരു വ്യക്തിയെ പറയാണ്, നിങ്ങള് ആ വ്യക്തി നല്ല ആളാണ്, നിങ്ങളെ ആളെ ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളോടും ഇഷ്ടം തോന്നില്ല, അല്ലെ? പക്ഷെ അദ്ദേഹത്തിന്റെ മഹത്വങ്ങളെ കുറിച്ച് പറയണം, ആ വ്യക്തി ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോ എന്താണ്, നമുക്ക് ആ വ്യക്തിയോട് ആകർഷണം തോന്നും, ഇഷ്ടം തോന്നും. ഓ അത് ശരി, അങ്ങനെ അദ്ദേഹം അങ്ങനെയുള്ള ആളാണ്, അല്ലെ? ഇതേപോലെയാണ് ഭഗവാന്റെ ലീലകള് നമ്മൾ ശ്രവിക്കും തോറും, അല്ലെ, ഭഗവാന്റെ ഭക്തന്മാരോടുള്ള ആ ഒരു എന്താ പറയാ, ഭഗവാന്റെ ആ ഭക്തവത്സലത, അല്ലെ, ഇതൊക്കെ നമ്മൾ ശ്രവിക്കുമ്പോഴാണ് നമുക്ക് ഭഗവാനോട് ആകർഷണം തോന്നുന്നത്. അങ്ങനെ പതിയെ പതിയെ ആകർഷണം വരുമ്പോൾ നമുക്ക് ഭഗവാന്റെ നാമം ജപിക്കാനായിട്ടുള്ള ആ ഒരു രുചി നമുക്ക് വരുന്നു, അല്ലെ? ഭഗവാന് ഭക്തിയുത സേവനം ചെയ്യാനുള്ള ആ ഒരു ടേസ്റ്റ് വരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക്, അപ്പൊ ശ്രവണമാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. നമ്മൾ ഭഗവാനെ കുറിച്ച് നമ്മൾ ശ്രവിക്കണം, അല്ലെ? പിന്നെ കീർത്തനം, അതിന്റെ പിന്നാലെ വരും. ശ്രവണം കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് വരും കീർത്തനം, അതിന്റെ നെക്സ്റ്റ് നമുക്ക് സ്മരണവും വരും, അല്ലെ? ഈ മൂന്നും തന്നെ നമ്മുടെ ഭക്തിയുത സേവനത്തിന്റെ ഏറ്റവും ആദ്യത്തെ 3 കാര്യങ്ങളാണ്, അല്ലെ? നമ്മുടെ നാമജപം, എന്താണ് കീർത്തനം. കീർത്തനം മീൻസ് നമ്മുടെ നാമജപം മാത്രമല്ല, എല്ലാം ഭഗവാനെ കുറിച്ച് കീർത്തിക്കുക, നമ്മൾ കേട്ടത് മറ്റൊരാൾക്ക് നമ്മൾ ഷെയർ ചെയ്യുക, ഇതൊക്കെ കീർത്തനത്തിൽ പെടും. താങ്ക് യു മാതാജി, നിങ്ങളെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് വാട്ട് യു ഗേവ് ഫ്രം യുവർ all the beautiful knowledge which you have, you all put it down. എല്ലാം വളരെ നല്ല. നമ്മളെ ഈ this kind of instruction and this kind of all the information makes our day, you know. ഇതാണ് നമ്മളെ ദിവസം ബ്യൂട്ടിഫുൾ ആക്കുന്നത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഹരേ കൃഷ്ണ. അതിന് നമ്മുടെ കഥാമൃത പ്രഭുവിനും ഐശ്വര്യ മാതാജിക്കൊക്കെ വളരെ നന്ദി പറയണം. കാരണം അവര് എന്നും രാവിലെ ഈ ഭാഗവതം ക്ലാസ് വെച്ചിരിക്കുന്ന, അല്ലെ, എല്ലാവരും അത് ശ്രവിക്കാൻ വന്നിരിക്കുന്ന എല്ലാവരും അത്രയും എന്താ പറയാ മഹത്തായിട്ടുള്ളവരാണ്. കാരണം മഹാത്മാക്കളാണ് നിങ്ങളെല്ലാവരും. കാരണം അത് കേൾക്കാനായിട്ട് എന്നും ഒരു ഭാഗ്യം. എന്നും ശ്രീമദ് ഭാഗവതം ക്ലാസ് നമുക്ക് കേൾക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ജീവിതം പ്രഭു പറഞ്ഞ പോലെ തന്നെ ആ ഒരു ദിവസം നമ്മുടെ നല്ല ഒരു ഇതാക്കി മാറ്റുമെന്നുള്ളതാണ്. പിന്നെ ഞാൻ അതിനാണ് പേരിട്ടിരിക്കുന്നത് കൃഷ്ണ എയർവേസ്. കൃഷ്ണ എയർവേസ് പറഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് തരാണ്. നമുക്ക് രാവിലെ തന്നെ നമ്മളെ കയ്യിൽ ടിക്കറ്റ് ഉണ്ട്. നമുക്ക് ഏത് സമയത്താ പോകേണ്ടത് നമുക്ക് ആർക്കും അറിയില്ല. നമ്മൾ പറയും നമ്മൾ കുറെ വർഷം ഇനി നമ്മളെ കയ്യിലുണ്ട്. പദമി വിപ്പദം, ഏത് സമയത്ത് നമ്മൾ പോയിരിക്കാം. ക്ഷണഭങ്കൂര പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബബിൾസിന്റെ മാതിരി നമ്മൾ എവിടെയും തട്ടോ അപ്പൊ നമ്മൾ പൊട്ടിപ്പോവും. അപ്പൊ കൃഷ്ണ എയർവേ ടിക്കറ്റ്സ് നമ്മളെ കയ്യിൽ ഡെയിലി നമ്മളെ കയ്യിൽ ടിക്കറ്റ് ഉണ്ട്. നിങ്ങളെല്ലാം തരുന്ന മാതിരി ഇങ്ങനത്തെ നോളേജ് ഇൻഫർമേഷൻ കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ ടിക്കറ്റ് റെഡിയാണ്. ഏത് സമയത്തും വിളിക്കുമ്പോൾ പോവാനെല്ലാം റെഡിയാണ് നമ്മൾ. താങ്ക് യു. ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു. എല്ലാവർക്കും എന്താ പറയാ, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം എന്റെ ഗുരുമഹാരാജിന്റെയും അതുപോലെ സീനിയർ വൈഷ്ണവസിന്റെയും എല്ലാം കാരുണ്യം, അവരുടെ കൃപയാണ്, അല്ലാതെ എന്റേതായിട്ട് യാതൊന്നുമില്ല.
ഇനി ഞാൻ എന്തെങ്കിലും അപരാധം തെറ്റോ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്റെ മാത്രാണ്. അതിനെല്ലാവരും എന്നോട് ക്ഷമിക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. നല്ല ക്ലാസ് ആയിരുന്നു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാം. താങ്ക് യു മാതാജി. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. Hare Krishna Maji. Pranam Maji. Thank you so much Maji. ഹരേ കൃഷ്ണ മാതാജി. പ്രണാം. Hare Krishna. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, വളരെ നന്ദി. താങ്ക് യു മാതാജി. സ്വാഗതം മാതാജി. റെഗുലർ ആയിട്ട് മാതാജിയുടെ ക്ലാസ് നമ്മൾ പ്രതീക്ഷിക്കുന്നു മാതാജി. വന്നാലും മതി. സ്വാഗതം. ഹരേ കൃഷ്ണ. പ്രഭുവിന്റെ ക്ലാസ്സും വേണം, പ്രഭുവിന്റെ ക്ലാസ്സും വേണം, മോന്റെ ക്ലാസ്സും വേണം. സ്വാഗതം മാതാജി. ശരി പ്രഭു പറഞ്ഞാൽ മതി. ഹരേ നന്ദി കൃഷ്ണ. മാതാജി. ഹരേ നന്ദി കൃഷ്ണ. മാതാജി. Close ചെയ്യട്ടെ മാജി. ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ. Thank you so much. Hare Krishna. ഹരേ കൃഷ്ണ.